കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നമ്മൾ ഇന്നത്തെ ദിവസം പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് അതൊരു ട്രഡീഷണൽ രീതിക്കുള്ളൊരു യാത്രയാണ് ശരിക്കും. അതായത് നമ്മുടെ ഇങ്ങനെ പറയുമോ, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വിഷ്വലിലേക്ക് പോകാം. അതായിരിക്കും കുറച്ചും കൂടെ സന്തോഷം തരുമോ നിങ്ങൾക്ക് കാണാനും. അപ്പോൾ നമുക്ക് നേരെ വിഷ്വലിലേക്ക് പോയാലോ കൂട്ടുകാരെ. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് നടക്കുവാണ്. ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക്. നമ്മുടെ അതിൽ ക്യാമറമാൻ കൊച്ചുവഞ്ഞുണ്ട്. ആ മുമ്പിൽ നടക്കുന്ന ജാട നടക്കണ്ടോ, അതാണ് മെരാ ഫാദർജി. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ദൂരം പോകണം. ദൂരം എന്ന് വെച്ചാൽ കാണുന്നില്ല, സ്ക്രീനിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് തന്നെ സ്ഥലം. അവിടെയാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പോയിട്ട് വരാം കൂട്ടുകാരെ. അങ്ങനെ നമ്മൾ വി ആർ ഓൺ ദ റൈറ്റ് പ്ലേസ്, കറക്റ്റ് സ്ഥലത്ത് എത്തിയേക്കുവാണ്. എവിടെയാണ് ഇന്നത്തെ ദിവസത്തെ പുത്തിരി പെരുന്നാൾ നടക്കുന്നത്. ഇത് ശരിക്കും ഒരു ഫെസ്റ്റിവലാണ്. ഫെസ്റ്റിവൽ മീൻസ് ഇവിടുത്തെ പണ്ട് കാലത്തെ നമ്മുടെ ഗോത്രവർഗ്ഗക്കാരെന്ന് പറയുന്ന ആദിവാസികൾ ചെയ്യുന്ന അവരുടെ ഒരു ഫെസ്റ്റിവലാണിത്. നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന കാണാൻ പറ്റൂലായിരിക്കും. ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി എന്ന് വേണം പറയാൻ. ഓക്കെ, ഞാൻ അതിൻ്റെ അടുത്ത് ഒരു ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, എല്ലാ തുലാമാസവും 10-ാം തീയതി ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവലാണിത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നെല്ലിൻ്റെ അകത്തേക്ക് രണ്ടുപേർ ഇറങ്ങിപ്പോകുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു കത്തിയും ഒരു തേങ്ങയും ഉണ്ട്. അതവർ കറക്റ്റ് സെൻറ്ററിൽ പോയിട്ട് അവരുടേതായ ഒരു രീതിക്ക് അതവർ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റിയൊരു കാഴ്ചയല്ല. ദാറ്റ് മീൻ ഇതൊക്കെ അത്രയ്ക്ക് എന്താ പറയുക, അത്ര സൂപ്പറായിട്ട് നടക്കുന്നൊരു കാര്യങ്ങളാണ്. കൂട്ടുകാർ, ഇപ്പോൾ അവർ നമ്മുടെ നെൽക്കതിരിന് ചുറ്റും ഒരു വലം വെക്കുകയാണ്, തേങ്ങയും അതേപോലെ തന്നെ കത്തിയും കൊണ്ട്. ഇത് എന്ത് രീതിക്കാണ് ഏതാണെന്നുള്ളത് മൊത്തം ഞാൻ ഇതിൽ ഏറ്റവും മൂത്ത ഒരാളെയും കൊണ്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം കേട്ടോ. ട്രഡീഷണൽ രീതികൾ കണ്ടോ, പണ്ട് കാലത്ത് മാത്രം കാണപ്പെടുന്ന ഓരോ സംഭവങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ട്, എന്നാൽ പോലും ഇനി ഇതൊരു വായിക്കുന്ന രീതിയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് പണ്ടത്തെ കാലത്തെ ഓർമ്മകൾ, നനവൂറും ഓർമ്മകളാണ് ഇവർ തിരിച്ചു കൊണ്ടിരുന്നത്. എല്ലാ വർഷവും തുലാമാസം 10-ാം തീയതി ഇവിടെ നടക്കുന്നൊരു ഫെസ്റ്റിവലാണിത്.
ദാറ്റ് മീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഇത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഭയങ്കര കൂടുതലായി കിട്ടുമെന്നാണ് ഇവരുടെ വിശ്വാസം. അതേപോലെ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് ഈ കാണുന്ന നമ്മുടെ പുത്തിരി പെരുന്നാൾ. കൂട്ടുകാരെ, ഈ കാണുന്ന കാഴ്ചയില്ലേ, ഒരു നാടാകെ ഒരുമിച്ച് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണത്. അതായത് നമ്മുടെ ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് മിക്ക സ്ഥലത്തു നിന്നും ഇവരുടെ, അതായത് ആദിവാസിപ്പെട്ട എല്ലാ വലിയ മുതിർന്ന ആൾക്കാരും വന്ന് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണിത്. എന്തുകൊണ്ടാണ് ഇത്രയും പേരെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. കോവിഡ് സമയമായ കാരണം എല്ലാവരും വരാത്തയാണ്, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കാരണം ഇത് നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. സോ ഏജ് ആയിട്ടുള്ളൊരു വീട്ടിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളൊരു ഈ സമയത്ത് ഇറങ്ങാത്തതാണ്. സോ അതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഇവർക്ക് ഇവിടെ നിന്ന് മേലെ പേര് അമ്പലത്തിൻ്റെ അവിടെ ഈ കതിര് ഓരോരുത്തർക്കും മുറിച്ചു കൊടുക്കുക, അങ്ങനെ കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് കാണാം. ഓക്കെ. നമ്മളിവിടുത്തെ കാഴ്ചകൾ മൊത്തം കണ്ടല്ലോ. ഇനി സെക്കൻഡറി ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തേക്ക് കൂടെ കയറി അവർ മേലെ നമ്പാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കാണ് പോണേ. അവിടെയാണ് ഇവരുടെ ട്രഡീഷണൽ രീതിക്കുള്ള ഡാൻസ്, അതേപോലെ തന്നെ പൂജാകർമ്മങ്ങൾ എന്നുവേണ്ട എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആ പൂജാകർമ്മങ്ങൾ നടക്കുന്നത് നമ്പാലക്കോട് അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതൊരു പഴയൊരു അമ്പലമാണ്. പഴയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആൽത്തറ, അതേപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളൊരു അമ്പലമാണ്. ഞാൻ അവിടെ ചെന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇന്ന് നടന്ന സംഭവം പുത്തിരി പെരുന്നാൾ, ഇത് എങ്ങനെയാണ് ഏത് രീതിക്കാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആളെയും കൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു വീഡിയോ കൂടെ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിബിൻ്റെ ലോകം. ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇവരുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും നടക്കുന്ന സ്ഥലം. ഇതാണ്, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവർ നേരെ തിരിയും പിടിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങോട്ടേക്കാണ്.
നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കതിർ മണ്ഡപം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചാണകം കൊണ്ട് എല്ലാ സ്ഥലവും ശുദ്ധീകരിച്ച്, അതായത് അവിടെ ചാണകം കൊണ്ട് എല്ലാ സ്ഥലവും തളിച്ച് അതിൻ്റെ അപ്പുറം നടുക്ക് കണ്ടു ഒരു കുന്നുപോലെ അതിൻ്റെ മുകളിൽ കല്ല് വെച്ചേക്കുന്നത്. ആ കല്ലിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ കതിര് കെട്ടി താഴേന്ന് കൊണ്ടുവന്നത് മുകളിൽ കൊണ്ടുവന്ന് അവിടെയാണ് വെക്കുക. ഇവിടെ നിന്ന് അത് 3 പാർട്ടായിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നേക്കുന്ന ആ തൊഴുകുന്ന ആൾക്കാരെ കണ്ടോ, അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഓരോ പാർട്ട് 3 ആൾക്കാർ അങ്ങനെ ഡിവൈഡ് ചെയ്തെടുത്ത് മൺകുഴി അമ്പലത്തിലേക്ക് ഒരു പാർട്ടും അതേപോലെ തന്നെ പുത്തൂരയിൽ അമ്പലത്തിലേക്ക് ഒരു പാർട്ടും പിന്നെ മുകളിലുള്ള വേട്ടക്കാരപ്പൻ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലേക്ക് ഒരു പാർട്ടും, അങ്ങനെ മൊത്തം 3 പാർട്ടായിട്ട് അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതാണ് ഇവർ നടത്തുന്ന ഒരു ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ 3 അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അത് പൂജിച്ച് അവരത് അവിടെ തന്നെ വെക്കുകയോ ചെയ്യുമോ, ഒരിക്കലും അത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരില്ല. അത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അത് അവർ ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് ഈ 2 സ്ഥലത്തേക്കും. അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടാണ് ഈ ഇത് മൊത്തം ആ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് നടന്നു വന്ന് ഇവിടെ നിന്ന് വെച്ചേക്കുന്ന ഒരു കെട്ടെടുത്തിട്ടാണ് ലാസ്റ്റ് വേട്ടക്കാരപ്പൻ എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് പോകുക. കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടോ? ഇതിൻ്റെ അകത്തൊരു അമ്പലമുണ്ട്. ഈ കതിരും കൊണ്ട് വരുന്ന ആൾക്കാർ, അതായത് ആ പഴംകുടീനർ മക്കൾ ഇവിടെ കയറി വന്ന് നേരെ ഇവിടെ നിന്ന് ആ കതിര് കഴുകി അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പൂജാരി മോളിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് അത് ഒന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് പിന്നെ അവർ നേരെ ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു കലങ്ക് കണ്ടോ, ഈ അമ്പലത്തിൻ്റെ ഇപ്പുറത്തായിട്ടൊരു കലങ്ക് കണ്ടോ, ഈ എഴുതിയേക്കുന്നതിൻ്റെ സ്ട്രെയിറ്റ് മുകളിലായിട്ടുള്ള അവിടെ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ നേരെ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി കൊടുത്ത് അവിടെ നിന്നാണ് ഇത് എല്ലാവർക്കും ഓരോ കതിര് വെച്ച് വീട്ടിലേക്ക് കൊടുത്തു വിടുന്ന ഒരു വലിയൊരു ആചാരം തന്നെ ഇവിടെ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നമുക്ക് അതൊന്നും അവിടെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കോവിഡിൻ്റെ പ്രശ്നമുള്ള കാരണം അമ്പലത്തിലേക്ക് അതാരാണോ നെൽക്കതിര് കൊണ്ടുവരുന്നത് അതിൽ 5-6 പേർക്ക് മാത്രം അകത്ത് കയറി പൂജാരീൻ്റെ അടുത്ത് കൊടുത്ത് പൂജാരി അതിനെ പ്രാർത്ഥിച്ച് അമ്പലത്തിൻ്റെ അകത്തുനിന്ന് എല്ലാവർക്കും കൊടുത്തു വിടുന്നൊരിതാണ്. ഇവിടെ വരുന്നവർക്ക് സദ്യ അടക്കം, അതായത് നമ്മൾ നേർച്ച കൊടുക്കൂലേ അതേപോലെ കൊടുക്കുന്ന പോലത്തെ എല്ലാ പ്രോസസ്സും ഇതിൽ ഉൾപ്പെടുമായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതായി നിൽക്കുകയാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടോ, ഇതാണ് ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ. ഇവരാണ് എനിക്ക് ഈ കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ ക്ലിയറായി പറഞ്ഞു തന്നത്.
നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? കുറച്ച് പേരുണ്ട്. ഇവരാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ പുത്തിരീൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ കുറച്ച് വലിയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ദേ ക്യാമറേൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. നമ്മുടെ ശങ്കരേട്ടൻ എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞുതരും. ഇത് എങ്ങനെയാണ് സ്റ്റാർട്ടായത്, ഇത് ഏത് രീതിക്കാണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് നേരെ ആ കാര്യങ്ങൾ കാണാം, കേൾക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ചേട്ടാ, ഇത് എത്ര വർഷമായി ഇങ്ങനത്തെ ഒരു സംഭവം, ഈ കൾച്ചർ തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നല്ല, പല വർഷങ്ങളായിട്ട് നമ്മുടെ അച്ഛൻ മുത്തച്ഛൻ കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തുലാവർഷം പുത്തിരി എന്നുള്ളത് ഞങ്ങൾ എല്ലാ വർഷവും ആഘോഷമായിട്ട് ആഘോഷിക്കുകയാണ്. കാരണം പുതിയ നെല്ല് ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ, നെല്ല് കൃഷി ചെയ്ത ശേഷം ഈ തുലമ്പത്ത് എന്നുള്ള ഈ നല്ല ദിവസത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ആദിവാസി സമുദായ മക്കളാണ് അതിൻ്റെ കൂടുതലും മുൻഗണന നിന്ന് അവരാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്ത് അവിടെ നമ്മൾ ഈ പുത്തൂർവേൽ സ്ഥാനത്തിൽ അതിൻ്റെ ഒരു സ്ഥാനം നമ്പലക്കോട്ട വേട്ടക്കാരപ്പൻ്റെ ഒരു സ്ഥാനമാണ് ഈ പുത്തൂർവേൽ. അവിടെ നിന്നാണ് ഈ കതിരറുക്കുന്നത്. കതിരറുത്ത ശേഷം ഇവിടെ ഈ സ്ഥാനത്തിൻ്റെ ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ അവിടുന്ന് ആദിവാസി സമുദായ മക്കളെല്ലാം വിളക്ക് വെച്ച് പൂജ വഴിപാട് 1 മാസത്തോളം വ്രതമെടുത്ത് പൂജ വഴിപാട് ചെയ്ത് കതിരെടുത്ത് ഈ മണ്ഡപത്തിൽ കൊണ്ടുവച്ച് അവിടുന്ന് നമ്മുടെ തലസ്ഥാനമായ വേട്ടക്കാരപ്പൻ്റെ ക്ഷേത്രത്തിലേക്കും മങ്കുഴി ഭഗവതമ്മൻ ക്ഷേത്രത്തിലേക്കും ശ്രീമധുര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും അവിടുന്ന് 3 കെട്ടായി പിരിച്ചു. അവിടുന്ന് താളം 3 കെട്ടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് 3 കെട്ടായിട്ട് പിരിച്ചു കൊണ്ടുപോകും. 3 പിരിക്കും. അത് ഓരോരോ അമ്പലത്തിലേക്കും അവർ താളം മേളായിട്ടാണ് പോകുന്നത്. കൊല്ലം ഈ കൊറോണ ഇതായതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ അമ്പലത്തിലേക്കും പോയി എത്തിച്ചേർന്ന് കൊടുത്ത ശേഷം ഇവിടെ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ഇവിടുന്ന് ഊർവലമായിട്ടാണ് ഞങ്ങൾ താളമേളത്തോടു കൂടി വേട്ടക്കാരപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം അവിടെ പൂജകർമ്മങ്ങൾ ചെയ്ത ശേഷം അതിൻ്റെ നമ്മൾ കൊണ്ടുപോകുന്ന ഈ കതിര് പ്രസാദമായിട്ട് കൊടുക്കും. എല്ലാവർക്കും ഓരോന്ന് ഇതായി കൊടുക്കും. കഴിഞ്ഞ വർഷം എത്ര പേരുണ്ടായിരുന്നു? എടുത്തിട്ട് ഒരു 1500 പേരുണ്ടായിരുന്നു. 1500 പേരിൻ്റെ അടുത്ത് വരുമായിരുന്നു. ഇപ്പൊ ഈ കോവിഡിന്റെ പ്രശ്നമായ കാരണമാണ് ഇങ്ങനെ ആൾക്കാർ ഇതായി പോയല്ലേ. അതെ. അപ്പം അവിടുന്ന് കൊടുക്കുന്ന ആ പ്രസാദം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീടുകളിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. വീടിന്റെ മുമ്പിൽ കെട്ടി തൂക്കി ഇടുക. അടുത്ത കൃഷി അടുത്ത കൊല്ലം ഈ തുലാപ്പത്തി അറുക്കുന്ന വരും. അതങ്ങനെ നല്ല സേഫ്റ്റി ആയിട്ട് എല്ലാ വീട്ടിലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കൃഷി അഭിവൃദ്ധിയിൽ നന്നായി വരും എന്നുള്ളത് ഞങ്ങളുടെ പണ്ട് കാലം മുതലുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു വിശ്വാസമാണല്ലേ. അതാണ് ഈ ചടങ്ങ് തുടർച്ചയായി ചെയ്തു വരുന്നത്. കൂട്ടുകാരെ, നമ്മളിപ്പോൾ ഇവിടെ കാത്തു നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ കണ്ട വിഷ്വലല്ലേ. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് 3 അതായത് കൊണ്ടുവന്ന നെൽക്കതിർ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു കെട്ട് ഇവിടെ തന്നെ വെച്ചു. വേറൊരു കെട്ട് ഇവിടെ താഴെ ഒരു അമ്പലമുണ്ട്, നമ്മുടെ പുത്തൂരയിൽ അമ്പലം. അമ്പലത്തേക്കും കൊണ്ടുപോയി അതേപോലെ തന്നെ ഒന്ന് കുനില്, അതായത് മങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള അവിടത്തേക്കൊരു ഇതാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് ഇവിടുന്ന് ഇവർ നടന്നാണ് പോകുന്നത്. 2 സ്ഥലത്തേക്ക് ഒരു 2-3 കിലോമീറ്റർ വെച്ചുണ്ട്. ഇവർ ഇവിടെ നിന്ന് നടന്ന് അവിടെ പോയി അവിടെ കാണിച്ച് അതേപോലെ തന്നെ മങ്കുഴി അമ്പലത്തിലും പോയി അവിടെയും ഇതേപോലെ തന്നെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവർ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്പാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള അമ്പലത്തിലേക്ക് പോകുന്നത്. എൻ്റെ പുറകെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവർ ഇരിക്കുന്നത്. അവർ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ചെറിയ ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് നമ്പാലക്കോട് അമ്പലത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഊട്ടിയിൽ നിന്ന് വരുന്ന ബഡുകാസ് എന്ന് പറഞ്ഞ് ഇതേപോലെ തന്നെ പഴംകുടീനറായിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഇവരെ പറഞ്ഞില്ലേ വർഗ്ഗക്കാർ, അതായത് ഇപ്പോൾ പുറകിലിരിക്കുന്നവർ, ഇവരെ പോലെ തന്നെ പഴംകുടീനറായിട്ടുള്ളൊരു ഇതുണ്ട് ഊട്ടിയിൽ. അവരായിരുന്നു വന്ന് ഡാൻസ് കളിക്കുന്നത്. ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം അവർ വരുന്നില്ല, ഡാൻസും ഇല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം അപ്പുറത്തെ അമ്പലത്തിൽ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അകത്തേക്കും ആളെ കയറ്റി വിടുന്നില്ല എന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് എല്ലാ വിഷ്വലും ഇതിൽ ഉൾപ്പെടുത്തും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്തി. നിങ്ങൾക്ക് ഇതൊക്കെ എന്തായാലും ഒരു അനുഭവമായിരിക്കും, ഫസ്റ്റത്തെ അനുഭവമായിരിക്കും. കാരണം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാനിത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വന്ന് ഇവിടുത്തെ ഇവരുടെ കൾച്ചറും കാര്യങ്ങളും ഇതാക്കുന്ന, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളും എല്ലാം കണ്ണാലെ കാണുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ഞാൻ വെയിറ്റ് ചെയ്യണുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളും വെയിറ്റ് ചെയ്യണം. സോ ഒരു 10-20 മിനിറ്റ് കൂടെ അവർ വരുമായിരിക്കും. അവർ വന്നു കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവരുടെ കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർ 2 പേര്, 3 പേര് അങ്ങനെ കണക്കുണ്ട്. അവർ മാത്രമേ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. അത് കാരണമാണ് ഞാൻ പോകത്തെ. അപ്പോൾ അവരെന്തായാലും ഇവിടെ വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും കൂടെ കാണിച്ചു തന്നിട്ട് എല്ലാം ഉഷാറാക്കി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ. വേറെ ഇവർ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ വരുന്ന വഴിക്ക് ഒരു അമ്പലവും കൂടിയുണ്ട്. ആ അമ്പലത്തിൻ്റെ കാര്യം കൂടെ പറയും. അതും കൂടെ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിക്കോ. അതായത് നമ്മൾ ഈ കതിരെടുക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമ അവരൊരു പാരമ്പര്യമായിട്ട് അവിടെ നിന്നാണ് കതിരെടുക്കുന്നത്. അവർ ഈ ആദിവാസി സമുദായ മക്കൾക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ കതിര് ഫസ്റ്റ് കാലത്തിൽ അവർ വീട്ടിൽ തറവാട് ഒരു അമ്പലം ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ഭഗവതി ക്ഷേത്രത്തിൽ 4 കതിര് ഇതേമാതിരി
വെക്കൂല്ലേ? കൊണ്ട് വെച്ചിട്ടാണ് അതായത് അവര് എല്ലാ കൊല്ലവും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എടുക്കുള്ളൂ. അതെ. അവർക്ക് ഇഷ്ടപ്പെട്ട കതിര് അതിൽ നിന്ന് അവർ വെട്ടിയെടുക്കും. അതെ. അവർ വെട്ടിയെടുത്ത് അത് അവർ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താഴെയുള്ള ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇതാണ് മണ്ഡപം, ഇതാണ് കതിര് കെട്ടുന്ന മണ്ഡപം എന്ന് ഇതാണ് പറയുന്നത്. കതിര് കെട്ടുന്ന മണ്ഡപം. ഈ കതിര് കെട്ടുന്ന മണ്ഡപത്തിൽ നിന്ന് 3 ഡിവൈഡ് ചെയ്ത് 3 അമ്പലങ്ങളിലേക്ക് കൊടുത്തു വിടും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ബാക്കിയുള്ളത് ഇവിടത്തെ അമ്പലത്തേക്ക് അല്ല, കൊണ്ടുവരില്ല. അത് അവിടെ തന്നെ വെക്കും. കതിര് കൊണ്ട് അവിടെ കൊടുത്ത ശേഷം കതിര് കൊണ്ടുപോയി ആള് തിരിച്ചു വന്ന ശേഷം ഇവിടുന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മളെ വേട്ടക്കാരപ്പന്റെ സന്നദ്ധി പോയിട്ടാണ് അവിടെ നിന്നാണ് ഈ പ്രസാദം പൂജിച്ച് പ്രസാദം കൊടുക്കുന്നത്. അതായത് അമ്പാലക്കോട് അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എല്ലാവരും ജനങ്ങൾക്ക് പ്രസാദമായി കൊടുത്ത് എല്ലാവരും തിരിച്ചു വരും അല്ലേ? അതിനുശേഷം അവിടെ അന്നദാന പരിപാടികൾ കൊല്ലം ഈ കോവിഡ് ഇതായതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങളിത് കണ്ടോ? ഈ പുറകിലുള്ളതാണ് ഇവർ കതിര് കെട്ടിയ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ ഡിവൈഡായി ഏറ്റവും വേട്ടക്കാരപ്പൻ എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്ക്, അമ്പാലക്കോട് അമ്പലത്തിലേക്ക് ഇവർ ഇവിടെ നിന്നാണ് പോയേക്കുന്നത്. ഇവിടെ നിന്ന് കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം 5 പേരെ മാത്രമാണ് അങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടുള്ളൂ. പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. വേറെ ആരും അവിടെ ഉണ്ടായിരിക്കത്തില്ല എന്നാണ് ഞാൻ ചോദിച്ചു പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള എല്ലാവരും തിരിച്ചുപോയി. എല്ലാവരും ഓരോരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. 5 പേര് മാത്രം ഇവിടുന്ന് ബാക്കിയുണ്ടായിരുന്ന കതിരെടുത്തിട്ട് അവർ പോവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിബിൻ്റെ ലോകം, ക്യാമറ മച്ചാൻ കൊച്ചുവിനോടൊപ്പം. ബൈ ബൈ. അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ, ഇത് പറഞ്ഞു നിർത്തിയിട്ട് എനിക്ക് നിങ്ങളെ വിട്ടുകളയാൻ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ്. അടുത്ത വർഷം നമ്മുടെ കോവിഡൊക്കെ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ മാറി അടുത്തൊരു വർഷം നിങ്ങൾക്കിത് ഇവിടെ വന്ന് കാണാനുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരും വിഷ് ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ശരിക്കും ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്ര ഇതായിട്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നതോടെ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഞാൻ അത് മിസ് ചെയ്താണ് ഇത്രയും വർഷം. കഴിഞ്ഞ വർഷമൊക്കെ ഇതിനെക്കാട്ടിലും സൂപ്പറായിട്ട് ആൾക്കാർ ഊട്ടിയിൽ നിന്നൊക്കെ അവിടെ നിന്ന് ബഡ്ഗാസൊക്കെ വന്ന് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര വലിയ ഫെസ്റ്റിവലായിരുന്നു. അത്രയ്ക്ക് വലിയ ആഘോഷമായിരുന്നു നടന്നുവരുന്നത്. നമ്മൾ പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവിടെ ആയിരിക്കും, അങ്ങനെ നമുക്കത് മിസ്സായതാണ്. എന്തായാലും സംഭവം കൊള്ളാം. ഈ ഒരു ചെറിയ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.